ഈക്കോ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. വാവ്, ജസ്റ്റ് വാവ്. എന്താ ഞാൻ കണ്ട തിയേറ്ററിൽ, എന്താ അവർ കാണിച്ച തിയേറ്ററിൽ? സിനിമയാതെ നമ്മളെ വല്ല ഡ്രീം വേൾഡിലേക്ക് എടുത്തുകൊണ്ടായ ഒരു സിനിമയുടെ മായാജാലം എന്നൊക്കെ പറയില്ലേ. സൗണ്ടും ഫ്രെയിമും അതിൻ്റെ നറേഷനും അതെടുത്ത് വെച്ച ആ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമും അതിൽ അഭിനയിച്ച് അഭിനയിക്കായിരുന്നു. ജീവിച്ചോ എനിക്കറിയാൻ പാടില്ലേ. ആ നായക്കളടക്കം എന്തെന്നാ കാണിച്ചു കൂട്ടിയത്. പൊന്നെ, ഒരിക്കലും തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കിഷ്കിന്ദ കാണ്ഡം, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, ഫ്രം ദ സെയിം ടീം. കിഷ്കിന്ദ കാണ്ഡം ഇവിടെയാണെങ്കിൽ ദിസ് മൂവി എനിക്കൊരു 10 സ്റ്റെപ്പ് മുകളിലാണ്. സാധാരണ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഇത് കിഷ്കിന്ദ കാണ്ഡം ഇവിടെ ഇരിക്കുകയെങ്കിൽ ഇത് 10 സ്റ്റെപ്പ് മുകളിലിരിക്കും ഈ പടം. അതായത് ഒരു ഡ്രീം വാച്ച് എന്നൊക്കെ പറയില്ല നമ്മൾ അതിനൊപ്പം പോവാണ്. ഞാൻ കുറേ നേരം മലയിലായിരുന്നു. അല്ലേ, ഞാൻ മലയിലായിരുന്നു. ഞാൻ ആക്ച്വലി ആ നായക്കളൊപ്പാണ് മലയിലിരുന്നത്. ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ ഞാൻ ആ നായക്കളൊപ്പാണ് ഇരുന്നത്. ഈയിടെ ഒരു സിനിമ തുടങ്ങി. സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ ഇങ്ങനെ ബിൽഡ് ആവുകയാണ്. ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടർ. ഈ മിസ്റ്റീരിയസ് ക്യാരക്ടർ ഒരു ഡോഗ് ട്രെയിനർ, ഡോഗ് ബ്രീഡർ എന്നൊക്കെ പറഞ്ഞൊരു ഐറ്റം വെച്ചിങ്ങനെ വരുന്നു. വിനീത് വരുന്നു. വിനീത് ഇറ്റ് സെൽഫ് എ മിസ്റ്ററി. ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത തരം ഒരു വൃത്തികെട്ടവനാണെന്ന് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ളൊരു മിസ്റ്ററി പേഴ്സൺ. അപ്പുറത്തെ സൈഡിൽ അശോകൻ്റെ ക്യാരക്ടർ, അതൊരുമാതിരി വീണ്ടും നിഗൂഢതകളുള്ള, ഇന്നാ ഈ നാരദം പോലത്തേക്ക് ഒരു ടൈപ്പ് സാധനം തോന്നിക്കാവുന്ന ഒരു തരം ക്യാരക്ടർ. അവിടുന്ന് തുടങ്ങിയ നറേഷൻ അത് ഏതൊക്കെ രീതിയിൽ ട്രാവൽ ചെയ്തറിയൂ, ഏതൊക്കെ ഡയമെൻഷനിലൂടെ പോയി അറിയൂ. ബിനു പപ്പു ഒക്കെ വരുന്ന ഒരു സെഗ്മെൻ്റ് എത്തിയപ്പോൾ ഈ സിനിമേൻ്റെ ആ ഒരു ടൈമിലൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ തലയിൽ കൂടെയൊക്കെ കിളി വെട്ടിപ്പാറായിരുന്നു. ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണല്ലേ, ഒന്നും പിടുത്തമില്ല. ഇത് സാധാരണ ഇരുന്ന് ഗസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോണ ഐറ്റങ്ങൾ പല സിനിമയിലും ഉണ്ട്. പക്ഷെ ദിസ് ഈസ് മാൻ സം കൈൻഡ് ഓഫ് സിനിമ മാജിക്. അതുപോലെ സന്ദീപ്, പല ആളുകളുമാണ് അടുത്ത മലയാള സിനിമയുടെ ഫേസ് എന്ന് പറയും. ധൈര്യമായിട്ട് പറയും ദിസ് യങ് മാൻ ഈസ് വൺ ഓഫ് ദം എന്നുള്ളത്. കാരണം ഞാൻ നോക്കുമ്പോൾ ചില സമയത്ത് ഇവൻ മരത്തുമ്പോൾ ചാടിക്കയറുന്നു, ചില സമയത്ത് ഇവ ഏത് പാവം ചെക്കണടാന്ന് തോന്നുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ പന്നി പറയുന്നൊരു സോറി ടു യൂസ് ദാറ്റ് വേർഡ്, ഇവ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ചില നായക്കൾ വൺ മാസ്റ്റർ ആയിരിക്കും എന്നുള്ളൊരു ഐറ്റം. അത് സ്പോയിലറാണെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഐ എം എ ഡോഗ് പേഴ്സൺ. ഞാൻ പറയാലോ, അതിന്നെ വേറെ ലെവലിൽ ഹിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ എൻ്റെ ആക്സൊക്കെ എൻ്റെ മൈൻഡിൽ കൂടി പോയി. എനിക്ക് ഓക്കെ, ഞാൻ വണ്ടി കയറിയിട്ട് റിയാലിറ്റിയിൽ എത്തിയിട്ടില്ല. ഞാൻ ആ മാജിക് വേൾഡിലാണ് ഇപ്പോഴും. നരേൻ്റെ ക്യാരക്ടർ, സന്ദീപിൻ്റെ ക്യാരക്ടർ, അശോകിൻ്റെ ക്യാരക്ടർ, ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ, പിന്നെ ഇതിൽ ഒരു മറ്റേ ഫോറിൻ ലേഡി ഉണ്ട്, അവരുടെ ക്യാരക്ടർ. ഇതിനകത്ത് വന്നു പോയ ഓരോരോ ക്യാരക്ടേഴ്സിനുമുള്ള ഒരു ആർക്ക്, ഓരോ ക്യാരക്ടേഴ്സും കീപ്പ് ചെയ്തൊരു സട്ടിൽ ഫേസ് ഉണ്ട്. അതൊക്കെയാണ് ഈ പടത്തിൻ്റെ മെയിൻ USP എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, ഈ ഇൻ്റർസ്റ്റെല്ലറൊക്കെ കാണുന്ന സമയത്ത് ഓരോ ഫ്രെയിമും ഇങ്ങനെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് ഉണ്ട്. ഈ സിനിമയ്ക്കകത്ത് പ്രകൃതി, ആ ഒരു മല, ആ പരിപാടികൾ കാണിക്കുമ്പോൾ ഒരു മ്യൂസിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വേറൊരു പ്ലോട്ടിലേക്ക് മാറുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അതൊരു മേജർ സ്പോയിലറായി പോകും. വേറെ ടെറൈനിലേക്ക് ഈ പടം മാറുന്നു. 2 ടെറൈനായിട്ടാണ് കാണിക്കുന്നത്. ആ ടെറൈനിൽ പോകുന്ന സമയത്ത് വേറൊരു മ്യൂസിക്, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ മ്യൂസിക് വെച്ച് നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അല്ലേ, നമ്മൾ പോവാണ്. ബാഹുൽ രമേശ്, ഇയാള് ശരിക്കും ഇയാൾ എന്ത് റൈറ്ററാണ്? ഇയാൾ റൈറ്ററാണോ അത് മജീഷ്യനാണോ മനസ്സിലാവണില്ല. കാരണം എന്താ അറിയോ, പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു 100 ചോദ്യം.
100 അല്ല 1000 ചോദ്യം. 1000 ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പലർക്കും പല ചോദ്യങ്ങളായിരിക്കും. ഇപ്പം എൻ്റെ മൈൻഡിൽ എനിക്ക് ഒരു 1000 ചോദ്യം ചോദിക്കാനുണ്ട്. നരേൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? സന്ദീപ് എന്തായി? അങ്ങനെ 100,000 ചോദ്യങ്ങൾ മൈൻഡിൽ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഒരു പടം. ഇതാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. പുള്ളില്ലേ എവിടെ അടിച്ചാലും സ്പോയിലർ ആവൂടെ, അങ്ങനത്തെ ഒരു ഐറ്റം. അതായത് ഇതിൻ്റെ ഒരു മാജിക്കൽ വേവ് എവിടെ കിടക്കുന്നത് വെച്ചെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്ന മല, കുന്ന്, ആ ടെറൈൻ ആൻഡ് അതിലെ ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്ലോട്ട്, അതിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ഈ സാധനം മാറുമ്പോൾ അവിടെ അവർ കീപ്പ് ചെയ്യുന്നൊരു സ്ലോ പേസ് സാധനമുണ്ട്. അതിനകത്തുള്ള കുറേ ഹിഡൻ ആയിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ മറ്റേ ഡീകോഡിങ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ ഐറ്റങ്ങൾ അവിടുന്ന് ഈ പടം വീണ്ടും റിവേഴ്സ് അടിച്ച് മലയും കുന്നും ചെരുവും ആ ഒരു കുര്യൻ സെറ്റപ്പിലേക്ക് വീണ്ടും കഥ മാറണു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ അറിയോ, ഇതിനകത്ത് ഈ ഡോഗിൻ്റെ എലമെൻറ്റ് വെച്ചിട്ട് ഇവർ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചില സ്ഥലങ്ങളിൽ മിസ്ലീഡായിപ്പോയി. അത് ഈ പടം കണ്ട എത്ര പേര് അതങ്ങനെ മിസ്ലീഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഈ മേക്കേഴ്സിൻ്റെ ബ്രില്യൻസ് ആണ്. കാരണം എന്താ പറയുക, പല ടൈമിലും ഞാൻ ഡോഗ്സിൻ്റെ ഇതിൽ സ്റ്റിക്ക് ഓൺ ആയിപ്പോയി. മനസ്സിലായോ? ഡോഗിൻ്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ആയതോട് കൂടിയിട്ട് പടത്തിൻ്റെ ക്ലൈമാക്സ് എത്തിയപ്പോൾ ഇവരൊരു സാധനം പൊട്ടിച്ച്, എൻ്റെ മോനെ, ഞാൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇങ്ങനൊരു ത്രില്ലായിട്ടില്ല. ഇത് മറ്റേ ഇങ്ങനെ ജമ്പ് അടിച്ച് ട്വിസ്റ്റ് ചെയ്യട്ടാണ്. അല്ല, ഓരോ ഫ്രെയിം കഴിഞ്ഞ് നറേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മൾ കഥേൻ്റെ ഒപ്പം ഫ്ലോൻ്റെ ഒപ്പം പോകണമെങ്കിൽ ഉറപ്പിച്ചോ ആ ഫ്ലോയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നാലും ഞങ്ങളോട് പറയണു, ക്ലൈമാക്സിൽ കിട്ടണ ഒരു തരം ഗൂസ് ബംസ് ഉണ്ട് നമുക്ക്. അതിങ്ങനെ ഡിങ്കിരി അടിച്ച് കയറ്റണം, 4 ഫൈറ്റ്, ഇതൊന്നും വേണ്ട. 2-3 ഡയലോഗ്, 1-2 ലുക്ക്, പിന്നെ ഒരു കിണ്ണം ഫ്രെയിം, അല്ലേ, കിണ്ണം ഫ്രെയിം ബാക്ക് എന്നൊരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട് ക്ലൈമാക്സിക്ക്. മതി. എന്താ പറയുക, ഇന്ത്യൻ സിനിമേൻ്റെ ഫേസ് ആക്കി കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം, അമ്മാതിരി ഐറ്റം. ഞാൻ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജീബ് മജീദ് കമ്പോസർ, സിനിമാറ്റോഗ്രാഫി പറയല്ല, ബാഹുൽ രമേശ്, സൂരജ് എഡിറ്റർ, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും പൊളി അല്ലേ. ഒന്നിക്കൊന്നിക്ക് കളർ ഡിപ്പാർട്ട്മെൻറ്റ് പറയണ്ടേ ഈ പടത്തിൻ്റെ, സജിത് രാജേന്ദ്രൻ, യജാതി സാധനം അല്ലേ. ഭീകര കളറിങ് എന്ന് പറഞ്ഞാൽ ഭീകര കളറിങ്. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തുടങ്ങിയ സ്പോയിലർ അടിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇവിടെ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പറയും ഈ സിനിമേനെ കുറിച്ച്. നിങ്ങൾ തിയേറ്ററിൽ ഈ സാധനം മിസ് ചെയ്യരുത്. ഓക്കെ, ഇത് ഒരു നടൻ്റെ ബ്രില്യൻസോ ഈ ടീമിൻ്റെ ഒരു തരം ബ്രില്യൻസോ, ഇതൊരു കമ്പൈൻഡ് ബ്രില്യൻസ് എന്ന് ഞാൻ പറയും ഈ പടത്തിന്. ഇതെന്താ പറയുക, ഇത് അടിക്കുകയാണ് ഈ സാധനം അങ്ങോട്ട്. ഇതടിക്കും അല്ലേ, ഇത് അടിച്ചില്ലെങ്കിൽ ഇതൊന്നും അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നഷ്ടമാണ് മലയാളികൾക്ക്. ഞാൻ മസ്റ്റായിട്ട് നിങ്ങൾ കയറി കണ്ടോ, വേറെ ലെവല് പടം. ഇതിനൊക്കെ പോയിട്ട് ഇനി ഒരു കാര്യം പറയാം, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അപ്പം കണ്ടേ നീറ്റ് ഓഡിയൻസ് അല്ലേ, നീറ്റ് ഓഡിയൻസ് ഭയങ്കര അടിപൊളി ഓഡിയൻസ്. കാരണം ഇവിടെയുള്ള കോർപ്പറേറ്റ് ലെവൽ ആളുകൾ അവരെ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പറ്റാൻ പോകുന്നൊരു പ്രശ്നം എന്താ അറിയോ, ഈ പടത്തിൻ്റെ ഒരു സ്ലോ ഫേസ്, ഒരു സ്ലോ സാധനം വരുന്നുണ്ട് ഈ പടത്തിനകത്ത്. അവിടെയൊക്കെ വെറുതെ ചുമ്മാ കിടന്ന് അലമ്പിക്കണം കുറേ തിയേറ്ററിലൊക്കെ കാണും. അങ്ങനത്തെ ഒക്കെ മുട്ടാച്ചികൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, മൈൻഡ് ചെയ്യരുത്. അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ ഒരാൾ ഫോണിൽ കളിച്ചേ, അപ്പോൾ തിയേറ്ററിൽ നിന്ന് അടുത്ത ആൾ എടുത്തു വയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ആ സ്ലോ പേസിൽ പോകുന്ന സമയത്ത് അവിടെ കൂക്കൽ വരും അല്ലേ, കൗണ്ടർ വരും, പല സാധനങ്ങൾ, മനുഷ്യൻ്റെ അകത്തുള്ള പല ജീവികൾ പുറത്ത് ചാടുന്നൊരു സെറ്റപ്പൊക്കെ വരും. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ അന്നത്തെ ദിവസത്തെ അൺലക്കി മാൻ എന്ന് പറയും. ഈ പടം കാണുമ്പോൾ നല്ലൊരു ക്രൗഡ് നമ്മളൊപ്പം വേണം.
നല്ല ക്രൗഡ്, നല്ല തിയേറ്റർ, നല്ല സൗണ്ടുള്ള, നല്ല വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന തിയേറ്ററാണ്. കാരണം ഇവർ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഈ സാധനം. അപ്പം എന്താണെങ്കിലും ഇന്ന് മനസ്സുമായിട്ട് ഉറങ്ങല്ലേ, ഭയങ്കരമായിട്ട് ഉറങ്ങാം. കാരണം ആലോചിച്ച് ഉറങ്ങാം ഈ പടത്തിനെ കുറിച്ച്. അങ്ങനെയൊക്കെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. ഒരു സിനിമയെ കുറിച്ച് ആലോചിച്ച് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാലും ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു മേജർ ചോദ്യമുണ്ട്. പക്ഷെ എന്താ അറിയോ, പറയേണ്ടതല്ല, ഇന്നാലും ഐറ്റം എന്താ അല്ലേ? പല സൈസ് ഐറ്റങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പലതിനും വളർത്തിയിട്ടുണ്ട്. ഇതെന്താ ഇത്, യാരത്, അതെന്താണ് ആ സാധനം അല്ലേ? കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ സിനിമേൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ഇരുന്ന് കാണണം, എന്നാലും പരിപാടി നടക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, മസ്റ്റായിട്ട് തിയേറ്റർ കണ്ടോ. ഇക്കോ ഈസ് എ ക്ലാസ് മാസ്റ്റർ സ്ട്രോക്ക്. ഞാൻ പറഞ്ഞല്ലോ കിഷ്കിന്താണ്ട് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ദിസ് വൺ ഈസ് ലൈക്ക് 10 ഇരട്ടി മുകളിൽ കിടക്കും, അങ്ങനത്തെ ഐറ്റം.